വേണ്ട തിരിവും വേണ്ട ചെരിവും വേണ്ട കുനിവും വേണ്ട. പിന്നെങ്ങനെ ആ ഇങ്ങനെ സ്ട്രൈറ്റ് കുത്തനെ ഒരു വര കുറിയ വര. കുത്തനെ ഒരു വര കുറിയ വര. ഒന്നായി നന്നായി ഒന്നായി നന്നായി ഒന്നായി നിന്നാൽ നന്നായി ഒന്നായി നിന്നാൽ നന്നായി. എന്ത് മനോഹരമായ കവിത അല്ലേ? അപ്പൊ ഈ കവിതയിൽ രണ്ട് ആശയങ്ങളെന്നും വായന നമ്മുടെ ശീലമാക്കാം. വായന നമ്മുടെ ശീലമാക്കാം. നമ്മൾ വായിക്കണം. അതായത് ഒരു പൂമ്പാറ്റ് എങ്ങോട്ടാ പാറിപ്പറന്ന് ഡെയിലി പോകുന്നത്? എങ്ങോട്ടാ? പല പൂക്കളും തേടി ഇങ്ങനെ പോകും. എന്തിനു വേണ്ടിയാ പോകുന്നത്? തേൻ കുടിക്കാം. ശരി. കുഞ്ഞിപ്പൂവിൻ കവിളത്ത് പിടിക്ക്. എല്ലാവരുടെ മുഖത്തുള്ള കവിളിൽ ഇങ്ങനെ പിടിക്ക്. എന്റെ കവിളിൽ പിടിച്ചോ. കുഞ്ഞിപ്പൂവിൻ കവിളത്ത് നമുക്കിനി പ്ലെയിൻ കിസ് കൊടുക്കാം. എന്താ? മുത്തം നൽകി പൂമ്പാറ്റ. ഒന്നുകൂടെ. കുഞ്ഞിപ്പൂവിൻ കവിളത്ത് മുത്തം നൽകി പൂമ്പാറ്റ. മഞ്ഞ നിറത്തിൻ പൂമ്പൊടിയാൽ മുഖം മിനുക്കി പൂമ്പാറ്റ. പൂന്തേനുണ്ടൊരു പൂമ്പാറ്റ. പൂന്തേനുണ്ടൊരു പൂമ്പാറ്റ. കുഞ്ഞിച്ചിറകു വിരിച്ചല്ലോ. ആ പൂവുകൾ തോറും പാറി നടന്നു പൂമ്പാറ്റ. പാറി നടന്നു പൂമ്പാറ്റ. എല്ലാവരും കവള് പിടിക്കുക. കവൾ. കുഞ്ഞിപ്പൂവിൻ കവിളത്ത് മുത്തം നൽകി പൂമ്പാറ്റ. മഞ്ഞ നിറത്തിൻ പൂമ്പൊടിയാൽ പൂമ്പാറ്റ. പൂന്തേനുണ്ടൊരു പൂമ്പാറ്റ. കുഞ്ഞിച്ചിറകു വിരിച്ചല്ലോ. ആ പൂവുകൾ തോറും പാറി നടന്നു പൂമ്പാറ്റ. പാറി നടന്നു പൂമ്പാറ്റ. നമുക്ക് ആ കവിത ഇതാണ്. ഉറുമ്പിനെ കുറിച്ചുള്ള. കുഞ്ഞുറുമ്പ് മെല്ലെ മെല്ലെ നടന്നു വന്നു. കുഞ്ഞുറുമ്പ് മെല്ലെ മെല്ലെ നടന്നു വന്നു. അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ നടന്നു വന്നു. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ നടന്നു വന്നു. കുഴിയാന പാവം കുഴിയിൽ വീണു. കുഴിയാന പാവം കുഴിയിൽ വീണു. എങ്ങനെ എങ്ങനെ? താഴേക്കു വീണു മേലേക്കു കേറി. താഴേക്കു വീണു മേലേക്കു കേറി. പറ്റണില്ല. അയ്യോ പാവം കുഴിയാന. കുഞ്ഞുറുമ്പ് ചിരിച്ചു. മണ്ണിളക്കി വീണ്ടും മേലോട്ടു കേറി. പറ്റണില്ല. കുഞ്ഞുറുമ്പ് ചിരിച്ചു. കുഞ്ഞു ചിരിച്ചു.
ചിരി ചിരിച്ചു. ആ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിന്റെ പാട്ട് പഠിക്കാം. ആ ശരി. അങ്ങ് കാക്ക കാക്ക, ഇങ്ങ് കാക്ക കാക്ക, എങ്ങ് കാക്ക കാക്ക, കാക്ക പാറി വന്നു പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി ആരു ബാക്കിയായി. ആരെ ബാക്കിയായത്? എന്താണ്? ആ പാറ കഴിച്ചോ കഴിച്ചോ, പാറയാണ് ബാക്കിയത്. അപ്പൊ ഇത് കുഞ്ഞിന് മാഷ് എഴുതിയ 4 വരി കവിത. കാക്ക കാക്ക, ഇങ്ങ് കാക്ക കാക്ക, എങ്ങ് കാക്ക കാക്ക, കാക്ക പാറി വന്നു പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. ഇതുപോലെ വരുന്ന കൊച്ചു കൊച്ചു കവിതകൾ നിങ്ങൾ അച്ഛനൊരു കളി പാവതന്നു, അമ്മമ്മ കഥകൾ പറഞ്ഞു തന്നു, അപ്പൂപ്പനൊരു പഴം പാട്ടുപാടി, അച്ഛനും അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനുമൊത്തു ഞാൻ വളർന്നു, അപ്പൂപ്പനുമൊത്തു ഞാൻ വളർന്നു. അപ്പൊ നമുക്ക് അച്ഛൻ അമ്മ എന്താണ്? അതിലൊരുപാട് അവിടെ മലക്കറി, മീന്, ഇറച്ചി എല്ലാം നമുക്ക്. അപ്പൊ ഈ നല്ല പെൺകുട്ടിയല്ലേ? ചോദ്യം നോക്കണം. ചന്തമരുന്നൊരു പെണ്ണാണ്, ചന്തേന്നെത്തിയ പെണ്ണാണ്. പട ചന്തമരുന്നൊരു പെണ്ണാണ്, ചന്തേന്നെത്തിയ പെണ്ണാണ്. ഓയിൽ സാരികൾ വാരി ചുറ്റിയ കൊച്ചുമിടിക്ക് പെണ്ണാണ്, ഓയിൽ സാരികൾ വാരി ചുറ്റിയ കൊച്ചുമിടിക്ക് പെണ്ണാണ്. കണ്ടാലുണ്ട പെണ്ണാണ്, കണ്ടാലുണ്ട പെണ്ണാണ്, കരയിപ്പിക്കും പെണ്ണാണ്, കറികളിലെല്ലാം കിടന്നു മറിയും. കള്ളിപ്പെണ്ണിൻ പേരെന്ത്? കള്ളിപ്പെണ്ണിൻ പേരെന്ത്? കള്ളിപ്പെണ്ണിന്റെ പേരെന്താ? ഫാത്തിമ എന്നാണ് പേര്. പക്ഷെ ഞാൻ ഇവിടെ പേരല്ല ചോദിച്ചത്. ഇതൊരു കടം കവിതയാണ്. ആ കവിതയുടെ ഉത്തരം, ആ കടക്കഥയുടെ ഉത്തരവാണെന്ന് പറയാം. ശരി, ശ്രദ്ധിച്ചിരിക്കണം. ആ കവിതയിൽ തന്നെ ശ്രദ്ധിക്കണം. ചന്തമരുന്നൊരു പെണ്ണാണ്, ചന്തേന്നെത്തിയ പെണ്ണാണ്, ചന്തമരുന്നൊരു പെണ്ണാണ്, ചന്തേന്നെത്തിയ പെണ്ണാണ്. ഓയിൽ സാരികൾ വാരി ചുറ്റിയ കൊച്ചുമിടിക്ക് പെണ്ണാണ്. കണ്ടാലുണ്ട പെണ്ണാണ്, കരയിപ്പിക്കും പെണ്ണാണ്, കറികളിലെല്ലാം കിടന്നു മറിയും. കള്ളിപ്പെണ്ണിൻ പേരെന്ത്? കള്ളിപ്പെണ്ണിൻ പേരെന്ത്? എന്താ? ഇവളല്ല ഉത്തരവളല്ല. ഉത്തരം ആ ചോളോളം വള. വള എന്ന് പറഞ്ഞാൽ തെങ്ങിന് വളയുണ്ട്, കവുങ്ങിന് വളയുണ്ട്. ഇതുപോലെ വളയുള്ള ഒരു ചെടിയാണ്. ശ്രദ്ധിക്കുക, കാട്ടിൽ വളരുന്നതാണ്. ചോളോളം വളയുള്ള പാട്ടുകാരി, രാഗങ്ങൾ മൂളുന്ന പാട്ടുകാരി, കാറ്റിൽ കുണുങ്ങുന്ന പാട്ടുകാരി, കാട്ടിൽ വസിക്കുന്ന കൂട്ടുകാരി, കൈവീശിയാടുന്ന പാട്ടുകാരി, കൈകളിൽ മുള്ളുള്ള കൂട്ടുകാരി. ആരാ? അല്ല, കാട്ടിൽ വസിക്കുന്ന, കാട്ടിൽ താമസിക്കുന്ന ഒരു ചെടിയാണ്, വലിയ ചെടിയാണ്. പറയാം. ആർക്കും പറയാം, സമ്മാനമുണ്ട്. എന്താ ഉത്തരം? ഓടിവാ ഓടിവാ പൂനിലാവേ ഓമന കുഞ്ഞിന്റെ മുൻപതില്. അപ്പൊ ഇവൻ പറഞ്ഞതാണ്, ശ്രദ്ധിക്കുക, നിങ്ങൾ ഓരോ ചെടിയെ നമ്മൾ നിരീക്ഷിക്കണം. അതാണ് പറയുന്നത്. അതായത് കവുങ്ങിന് ഇങ്ങനെ വളരും,
തെങ്ങിനും വളയുണ്ട്, ഈ മുളയ്ക്കും വളയുണ്ട്. മുളയില്ലേ? ആ, അപ്പൊ അതില് അതാണ് പറഞ്ഞത്, ഓളോളം വളയുള്ള പാട്ടുകാരി, രാഗങ്ങൾ മൂളുന്ന പാട്ടുകാരി, കാറ്റിൽ കുണുങ്ങുന്ന പാട്ടുകാരി, കാട്ടിൽ വസിക്കുന്ന കൂട്ടുകാരി, പാട്ടുപാടും മുത്തേ പഞ്ചവർണ്ണ തത്തേ, പൂങ്കഴുത്തിലാലേ മാലയിട്ടു തന്നു, കൊച്ചു ചുണ്ടിലാലേ ചായ വിട്ടു തന്നു, ലാല 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 ലാല. ഈ കവിത എനിക്ക് ബാലരമയിൽ കിട്ടിയതാണ്. ഇവിടുന്ന് പിന്നെ മലയാള ഭാഷയുടെ പിതാവാരാ? ആ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹം ഏത് ജില്ലയിലാ ജനിച്ചത്? ഏത് ജില്ലയിലാ? മലപ്പുറം. എവിടെയാണ്? ആ, മലപ്പുറം. അതായത് തൃക്കണ്ടീർ, തിരുവൂർ തൃക്കണ്ടീർ എന്ന സ്ഥലത്താണ്, തുഞ്ചൻ പറമ്പിലാണ് അദ്ദേഹത്തിന്റെ സ്മാരകമുള്ളത്. തുഞ്ചൻ പറമ്പിൽ നിന്നാണ് ഈ പക്ഷി വരുന്നത്. ഈ പക്ഷി എവിടെയെല്ലാം പറന്നു പോയി എന്നുള്ളത് ഈ പാട്ടിലൂടെ നമുക്ക് നോക്കാം. കൂടെ പാടുമല്ലായിരുന്നു? ആ, ഇവിടെ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൻ കൊഞ്ചി പറഞ്ഞ കഥ, അവൻ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൻ കൊഞ്ചി പറഞ്ഞ, അവൻ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൻ കൊഞ്ചി പറഞ്ഞ കഥ, അവൻ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, അവൾ അമ്പലപ്പുഴ വേലയും കണ്ടേ. കേൾക്കണോ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൻ കൊഞ്ചി പറഞ്ഞ കഥ, കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലരി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൻ കൊഞ്ചി പറഞ്ഞ കഥ, അവൻ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൻ കൊഞ്ചി പറഞ്ഞ കഥ, അവൻ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, മുത്ത് കണ്ട് തിപ്പി കണ്ട് മുത്തോലക്കുടയും കണ്ടേ, ഒരു മുത്തൊരുക്കണ പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൻ കൊഞ്ചി പറഞ്ഞ കഥ, അവൻ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ആരോമൽ ചേകവരുടെ പെങ്ങളാണ് ഉണ്ണിയാച്ച, അവൾ അംഗപട്ടണ വേലയും കണ്ടേ. പ്രിയ കൂട്ടരെ, അവൻ കൊഞ്ചി പറഞ്ഞ കഥ, അവൻ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ അവൻ കൊഞ്ചി പറഞ്ഞ കഥ, അവൻ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. പള്ളി കണ്ട് പളനി കണ്ട് ശബരിമലയും കണ്ടേ, ഒരു നമസ്കരിക്കുന്ന പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൻ കൊഞ്ചി പറഞ്ഞ കഥ, അവൻ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. മാമി മൂമ്മ അമ്മൂമ്മ, മാമ മീ
മോഹം എന്ന് പറഞ്ഞാൽ എന്താ? മോഹം ആകെ മോഹം എവിടെയാണ് ഇരിക്കുന്നത്? കാലിലാണോ കയ്യിലാണോ എവിടെയാണ്? ആ മൈന പാടും. എവിടെയാ മൈന പാടുന്നത്? മരക്കൊമ്പ്. മൈന പാടും കൊമ്പത്തു ഞാൻ കേട്ട് നിൽക്കും മൗനത്തിൽ. ബാക്കിയോടെ എഴുതാം. ശ്രദ്ധിക്കാം. മോഹം നെഞ്ചത്ത് മൈന പാടും കൊമ്പത്തു ഞാൻ കേട്ട് നിൽക്കും മൗനത്തിൽ. മൈന പാടും കൊമ്പത്തു ഞാൻ കേട്ട് നിൽക്കും മൗനത്തിൽ. മാമി മാമി മോ മോമ അമ്മുമ്മ. മാമി മാമി മോ മോമ അമ്മുമ്മ. മേഘം മാനത്ത് മോഹം നെഞ്ചത്ത് മൈന പാടും കൊമ്പത്തു ഞാൻ കേട്ടു നിൽക്കും മൗനത്തിൽ. മാമി മാമി മോ മോമ അമ്മുമ്മ. ഇന്നത്തെ പേര് പാടും. മാമി മോ മോമ അമ്മുമ്മ. മേഘം മാനത്ത് മോഹം നെഞ്ചത്ത്. മാമി മാമി മോ മോമ അമ്മുമ്മ. മാമി മാമി മോ മോമ അമ്മുമ്മ. മേഘം മാനത്ത് മോഹം നെഞ്ചത്ത്. മേഘം മാനത്ത് മോഹം നെഞ്ചത്ത്. മൈന പാടും കൊമ്പത്തു ഞാൻ കേട്ടു നിൽക്കും മൗനത്തിൽ. മാമി മാമി മോ മോമ അമ്മുമ്മ. ഇത് അക്ഷരങ്ങൾ ചേർന്നുള്ള പാട്ടാണ്. അതില്ല. ശരി, നമുക്ക് നാടൻപാട്ട് പാടാം. അക്ഷരപ്പാട്ടായി കഥയായി അല്ലേ? നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? തപ്പോ തപ്പോ തപ്പാടി ആ തപ്പ് കൊടുക്കയിലെത്തുണ്ട്. ആ മുത്തശ്ശി തന്നൊരു മുത്തുണ്ട്. മുത്തിന് മുങ്ങാൻ പേരുണ്ട്. തേൻ കുടിക്കാൻ വെള്ളുണ്ട്. വണ്ടിലിരിക്കാൻ പോണ്ട്. പൂവ് ചൂടാൻ അമ്മയുണ്ട്. അമ്മയ്ക്കെടുക്കാൻ കുഞ്ഞ്. അമ്മയ്ക്കെടുക്കാൻ കുഞ്ഞുണ്ട്. അപ്പൊ കുഞ്ഞിനെ നിങ്ങൾ എടുക്കുന്ന സൂര്യൻ എടുക്കണ്ടേ? അവൻ എനിക്കറിയാം, ഞാൻ കുഞ്ഞിനെ എടുക്കുമ്പോ ഓടിച്ച് നടക്കുമ്പോ കുഞ്ഞെന്ത് ചെയ്യും? താഴെ വരും. വളരെ നല്ല ശ്രദ്ധാപൂർവം വേണം കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കാൻ. മനസ്സിലായ? അപ്പൊ ഇതാണ് നാളെ പറഞ്ഞ കൊച്ചു കൊച്ചു നാളെ പാട്ടുണ്ട്. ഇനി വേറെ നോക്ക്. തപ്പുകൊട്ടുണ്ണി തപ്പുകൊണ്ട് തപ്പുകൂട് കയ്യിലെത്തുണ്ട്. നാഴി പഴയരി ചോറുണ്ട്. നാരായണം വെച്ച കറിയുണ്ട്. നാരായണി കാച്ചിയ മോരുണ്ട്. നന്നായി ഉരുക്കിയ നെയ്യുണ്ട്. അമ്മായി വന്ന് വിളമ്പാവൂ. അമ്മാവൻ വന്നേ ഉണ്ണാവൂ. തപ്പുകൊട്ടുണ്ണി തപ്പുകൊണ്ട് തപ്പുകൊടുക്കയിലെത്തുണ്ട്. ഇതാണ് നാളെ